ഹായ് ഓൾ. IIT ഡൽഹി ഇന്ത്യക്ക് പുറത്ത് ഒരു ക്യാമ്പസ് ആരംഭിച്ച വിവരം നമ്മൾ പത്രത്തിലും പല ഓൺലൈൻ മീഡിയത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ IIT ഡൽഹി അബുദാബി ക്യാമ്പസിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ സെക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ IIT ഡൽഹി അബുദാബി ക്യാമ്പസിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെയിനായിട്ട് ഇപ്പോൾ അവർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാംസ് ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ ചില സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ PhD പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് തന്നെയാണ്. പിന്നെ ഇവരൊരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ ജസ്റ്റ് ഈ വർഷം അത് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെർമനൻറ്റ് ക്യാമ്പസ് ഇല്ല. തൽക്കാലം ഇപ്പോൾ ഇവരെ ഒരു ടെമ്പററി ക്യാമ്പസ് ഉള്ളത് ഖലീഫ സിറ്റിയിലുള്ള സെയ്ദ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഒരു ഓഫർ ചെയ്യുന്നത് BTech തന്നെയാണ്. അപ്പോൾ ആ BTech എന്ന് പറയുമ്പോൾ ഇപ്പോൾ IIT ഡൽഹിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും അല്ലെ ഒറ്റയടിക്ക് 2025 ഇവർ അഡ്മിഷൻ കൊടുക്കുന്നില്ല. മെയിനായിട്ട് ഇപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങും പിന്നെ എനർജി എഞ്ചിനീയറിങ്ങും ആണ്. ഓക്കെ, മീൻസ് UAE കുറച്ചും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ആണ് അവർ ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ബ്രാഞ്ചസ് ഇവർ എന്ത് ചെയ്യാണ്, അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അപ്പോൾ ഈ BTech പ്രോഗ്രാംസിലോട്ടുള്ള അഡ്മിഷൻ ഇവരെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽസിന് ഒബ്വിയസ്ലി JEE അഡ്വാൻസ്ഡ് വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. ഇനിയിപ്പോൾ UAE സിറ്റിസൺ ആണ്, UAE റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ് ആണ് വിചാരിച്ചോ, അവർക്ക് ഇവർ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം, എൻട്രൻസ് എക്സാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് CAET, കോമൺ അഡ്മിഷൻ എൻട്രൻസ് ടെസ്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫീസ്, സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. പിന്നെ IIT ഡൽഹി അബുദാബി ക്യാമ്പസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രൊഫസർ ശാന്തനു റോയ് ആണ്. നമുക്ക് ഈ ഫാക്കൽറ്റി പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാവരും IIT ഡൽഹിയിലുള്ള പ്രൊഫസേഴ്സ് ആണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമല്ല, പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള എന്തുണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്. നമുക്കിപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ് കാണാൻ പറ്റും, സിവിൽ എഞ്ചിനീയറിംഗ്, കെമിസ്ട്രി, ഫിസിക്സ്, എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള പ്രൊഫസേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇൻ്റർ ഡിസിപ്ലിനറി റിസർച്ച് ഇവിടെ എന്തായാലും പോസിബിൾ ആണ്. നമുക്കറിയാം UAE എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ റിസർച്ചിൽ നടത്താൻ പറ്റിയ വൈബുള്ള ഒരു സ്ഥലമാണ് എന്ത്, UAE. പിന്നെ ഏതൊക്കെ മേഖലയിലാണ് റിസർച്ച് വരികയെന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഹെൽത്ത് കെയർ, എൻവയറൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് റിസർച്ച്, എനർജി ആൻഡ് സസ്റ്റൈനബിലിറ്റി, സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയൊക്കെ UAE അതിൻ്റെ ഒരു ഹബ്ബാണ്. സ്മാർട്ട് മാനുഫാക്ചറിങ് അല്ലേ, അങ്ങനെ തുടങ്ങി പല മേഖലയിലോട്ടുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഇവരെ വെബ്സൈറ്റിൽ ഓൾറെഡി ഇവരെ ടെമ്പററി ക്യാമ്പസിൻ്റെ ഒക്കെ വിഷ്വൽസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി ക്യാമ്പസ് തന്നെയാണ് അബുദാബി വരാൻ പോകുന്നത്. നമുക്കറിയാം UAE എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ഹബ്ബാണ്, അതേപോലെ പെട്രോളിയത്തിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ ഇന്ത്യയും UAEയും തമ്മിലുള്ള കാലാകാലങ്ങളായിട്ടുള്ള ആ ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ എക്സാമ്പിൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ആരംഭിച്ച ആദ്യമായിട്ടുള്ള ഇൻ്റർനാഷണൽ IIT ക്യാമ്പസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു.